ഹലോ എവരിവൺ, ഈ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫ് ക്ലോസ് ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഇഫ് ക്ലോസിന്റെ ഉപയോഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ അധ്യായം ആദ്യാവസാനം കണ്ടു കഴിഞ്ഞാൽ ഇഫ് ക്ലോസ് എന്താണെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നും വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ പോയിന്റുകളെയും കവർ ചെയ്തുകൊണ്ട് വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് തുടങ്ങാം. ഇഫ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, എങ്കിൽ എന്നാണ്, അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയാറുള്ളത് കണ്ടീഷണൽ ക്ലോസസ് ഓർ കണ്ടീഷണൽ സെന്റൻസസ് എന്നാണ്. ഒരു കണ്ടീഷൻ പറയാനാണ് നമ്മൾ ഇഫ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ സംഭവിച്ചു എങ്കിൽ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത്. അതായത് അതൊരു തരത്തിലുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇത്തരത്തിൽ കണ്ടീഷൻസ് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിനെ കണ്ടീഷണൽ ക്ലോസസ് ഓർ കണ്ടീഷണൽ സെന്റൻസസ് എന്നൊക്കെയാണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മളിതിനെ പറയാറുള്ളത്. ഇഫ് ക്ലോസിനെ കുറിച്ച് പറയുമ്പോൾ 4 കണ്ടീഷൻസ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ 4 കണ്ടീഷൻസുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഇഫ് ക്ലോസിന്റെ ഉപയോഗം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് സംഭാഷണത്തിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുമ്പോൾ ഇഫ് വെച്ച് സെന്റൻസുകൾ ഉപയോഗിക്കാൻ ഈ പറഞ്ഞ 4 കണ്ടീഷനുകൾ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ 4 കണ്ടീഷനുകളെ നമ്മൾ കണ്ടീഷണൽസ് എന്ന് പറയുന്നു. ഒന്നാമത്തെ കണ്ടീഷണൽ എന്താണ് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ഓക്കെ, ദ ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് പറയുന്നത്, ഞാനിവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, ഒന്ന് നോക്കിയേ. ഇഫ് മൈ ഫ്രണ്ട്സ് കോൾ മീ ഐ വിൽ ഗോ ഔട്ട് വിത്ത് ദം. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചാൽ, ഇഫ് മൈ ഫ്രണ്ട്സ് വിൽ കോൾ മീ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചാൽ, ഇഫ് മൈ ഫ്രണ്ട്സ് കോൾ മീ, ഇഫ് മൈ ഫ്രണ്ട്സ് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂട്ടുകാർ, കോൾ മീ, ഇഫ് മൈ ഫ്രണ്ട്സ് കോൾ മീ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുകയാണെങ്കിൽ, ഐ വിൽ ഗോ ഔട്ട് വിത്ത് ദം, ഞാൻ അവരുടെ കൂടെ പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യും. ഇതാണ് ഇഫിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയുന്ന ആദ്യത്തെ ഭാഗത്ത് അവിടെ മഞ്ഞ നിറത്തിൽ ഞാൻ തന്നിട്ടുണ്ട്, അല്ലേ? കോൾ എന്ന് പറയുന്നതിന് യെല്ലോ കളറിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് പ്രസന്റ് ടെൻസിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രസന്റ് ആണ്. കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക. ഇഫ് മൈ ഫ്രണ്ട്സ് കോൾ മീ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുകയാണെങ്കിൽ. അപ്പം ഇവിടെ പ്രസന്റ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ തൊട്ടിപ്പുറത്ത് നമ്മൾ വില്ല് ഉപയോഗിച്ചിരിക്കുകയാണ്. നോക്കിയേ, അപ്പം ഇപ്പുറത്ത് പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തൊട്ടപ്പുറത്ത് എന്ത് യൂസ് ചെയ്യണം? വില്ല് ഉപയോഗിക്കണം. അതായത് വെർബിൻ്റെ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തൊട്ടപ്പുറത്ത് വില്ല് ഉപയോഗിക്കണം. അതാണ് ആദ്യത്തെ കണ്ടീഷണൽ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ രണ്ടാമത്തെ സെക്കൻഡ് കണ്ടീഷണൽ അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇഫ് മൈ ഫ്രണ്ട്സ് കോൾഡ് മീ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ, ഐ വുഡ് ഗോ ഔട്ട് വിത്ത് ദം, ഞാൻ അവരുടെ കൂടെ പോകുമായിരുന്നു. ശ്രദ്ധിക്കണേ, ആദ്യം ഞാൻ പറഞ്ഞത് എന്താ? ഇഫ് മൈ ഫ്രണ്ട്സ് കോൾ മീ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുകയാണെങ്കിൽ, അത് ഫ്യൂച്ചറാ, നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നതോ, ഇഫ് മൈ ഫ്രണ്ട്സ് കോൾഡ് മീ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ. ശ്രദ്ധിക്കണം, ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ V2 രൂപമാണ്, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെ നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? വുഡ് യൂസ് ചെയ്യുന്നു. ഇനി ഞാൻ അപ്പുറം ഇപ്പുറം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇംഗ്ലീഷ് ഗ്രാമറിൽ ഈ ആദ്യത്തെ ഭാഗം ഉണ്ടല്ലോ, ഇഫ് ഉപയോഗിച്ചിട്ടുള്ള ഭാഗം, ഇഫ് ഉപയോഗിക്കുന്ന ഭാഗം ആദ്യം വരണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് രണ്ടാമതും വേണം പറയാം. അതായത് ഈ സെന്റൻസ്, ഐ വുഡ് ഗോ ഔട്ട് വിത്ത് ദം ഇഫ് മൈ ഫ്രണ്ട്സ് കോൾഡ് മീ, തിരിച്ചും പറയാം, ഐ വുഡ് ഗോ ഔട്ട് വിത്ത് ദം, ഞാൻ അവരുടെ കൂടെ പുറത്ത് പോയിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് മൈ ഫ്രണ്ട്സ് കോൾഡ് മീ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ഇംഗ്ലീഷിൽ തിരിച്ചും പറയാം. ഇഫ് ക്ലോസ് തുടക്കത്തിൽ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ഇതൊരു സെന്റൻസ് ആണ്, അല്ലേ? ഇഫ് മൈ ഫ്രണ്ട്സ് കോൾഡ് മീ ഐ വുഡ് ഗോ ഔട്ട് വിത്ത് ദം എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണല്ലോ. ആണ്. ഈ സെന്റൻസിനെ ഒരു കോമയിട്ട് 2 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ഭാഗത്ത് ഇഫ് വരുന്നത് കൊണ്ട് ഈ ഭാഗത്തെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് വിളിക്കുന്നത്?
ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നത് ഈ ആദ്യത്തെ ഭാഗത്തെയാണ്. ഓക്കെ, അത് ഇഫ് ക്ലോസ് ആണ്. ഈ ഇഫിനെ നമ്മളൊരു സബോർഡിനേറ്റ് കൺജങ്ഷൻ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് ആദ്യം പറഞ്ഞ ഭാഗത്തെ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എസ് സി, അതായത് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് ചുരുക്കി വിളിക്കാം. രണ്ടാമത്തെ ഭാഗത്തെ ഐ വുഡ് ഗോ ഔട്ട് വിത്ത് ദം എന്ന് പറയുന്നത് മെയിൻ ക്ലോസ് എന്നും വിളിക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം വളരെ സിമ്പിളാണ്. ഒരു സബോർഡിനേറ്റ് കൺജങ്ഷൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആദ്യത്തെ ഭാഗത്തെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഇഫ് മൈ ഫ്രണ്ട്സ് കോൾഡ് മീ എന്ന് പറയുമ്പോൾ അതിന് പൂർണ്ണമായിട്ട് അർത്ഥമില്ല. ഉണ്ടോ? ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇഫ് മൈ ഫ്രണ്ട്സ് കോൾഡ് മീ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ, എന്നിട്ട് ഞാൻ നിർത്തിയാലോ? നിങ്ങൾ കാതോർത്തിരിക്കും ബാക്കിയുള്ളത് കൂടി കേൾക്കാൻ വേണ്ടിയിട്ട്. ഐ വുഡ് ഗോ ഔട്ട് വിത്ത് ദം എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ മെയിൻ ക്ലോസ് എന്നാണ് പറയുന്നത്. പൂർണ്ണാർത്ഥം നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്ലോസിനെ മെയിൻ ക്ലോസ് എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷനിൽ സബോർഡിനേറ്റ് ക്ലോസിൽ പ്രസൻ്റ് ആണ് വെർബ് ഉപയോഗിക്കുന്നതെങ്കിൽ, വെർബിൻ്റെ പ്രസൻറ്റ് ഫോമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തൊട്ടിപ്പുറത്ത് നമ്മൾ എന്താ യൂസ് ചെയ്യുക? മെയിൻ ക്ലോസിൽ വില്ല്. എന്നാൽ ഇവിടെയോ, അതായത് രണ്ടാമത്തെ കണ്ടീഷനിൽ സബോർഡിനേറ്റ് ക്ലോസിൻ്റെ ഭാഗത്ത് വെർബിൻ്റെ പാസ്റ്റ് രൂപ ഉപയോഗിക്കുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഉപയോഗിക്കണം. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ആവർത്തിക്കേണ്ട എന്ന് കരുതുന്നു. നോക്കൂ, മൂന്നാമതൊരു കണ്ടീഷനുണ്ട്, തേർഡ് കണ്ടീഷണലിൻ്റെ പ്രത്യേകത, ഇഫ് മൈ ഫ്രണ്ട്സ് ഹാഡ് കോൾഡ് മീ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. ഇപ്പോഴത്തെ കഥയല്ല, മുമ്പത്തെ കഥയാണ്. നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പോലെ അല്ല ഈ പറഞ്ഞത്. ഇഫ് മൈ ഫ്രണ്ട്സ് ഹാഡ് കോൾഡ് മീ, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഐ വുഡ് ഹാവ് ഗോൺ ഔട്ട് വിത്ത് ദം, ഞാൻ അവരുടെ കൂടെ പുറത്ത് പോയിട്ടുണ്ടാകുമായിരുന്നു. പഴയ കാര്യമാണ് പറഞ്ഞത്, മനസ്സിലായല്ലോ? ആദ്യം പറഞ്ഞത് ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യം. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ പുറത്തു പോകും. അത് ഒരു റിയൽ ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ നമ്മൾ പറഞ്ഞത്? ഇഫ് മൈ ഫ്രണ്ട്സ് കോൾഡ് മീ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ. അതൊരു ഇമാജിനേഷനാണ്, ഒരു ഇമാജിനറി കണ്ടീഷനാണ്. ദാറ്റ്സ് ആൻ ഇമാജിനറി കണ്ടീഷൻ ഓർ ദാറ്റ്സ് ആൻ ഇമാജിനേഷൻ. എന്ത് ഇമാജിനേഷനാണ്? പ്രസൻറ്റിലെ ഇമാജിനേഷനാണ്. ബിക്കോസ് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോഴാണ് പറയുന്നത്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് പറയാണ്, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. വിളിച്ചിട്ടില്ല. ഇനി വിളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളിച്ചേക്കാം. ഒരു 50% പോസിബിലിറ്റി ഉണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞതോ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അത് കഴിഞ്ഞു പോയി, ഇന്നലെയോ മെനിഞ്ഞാന്നോ അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പോ ആവാം. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഗോൺ ഔട്ട് വിത്ത് ദം, ഞാൻ അവരുടെ കൂടെ പുറത്തു പോയിട്ടുണ്ടാകുമായിരുന്നു. ഇറ്റ് ഇസ് ഇമ്പോസിബിൾ കണ്ടീഷൻ എന്നാണ് ഇതിനെ വിളിക്കുക. ഇമ്പോസിബിൾ കണ്ടീഷൻ, ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. അതിന് ഒരിക്കലും സാധ്യമല്ല. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ്റെ പ്രത്യേകത ഒരിക്കലും സാധ്യമല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇഫ് ക്ലോസിൽ 4 കണ്ടീഷൻസ് ഉണ്ട്, 4 കണ്ടീഷണലുകളുണ്ട്. അതിൽ 3 കണ്ടീഷണലുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 4മതൊരു കണ്ടീഷണലുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 3 കണ്ടീഷണൽസും ഒന്ന് തറോ ആക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി വരുന്ന പ്രാക്ടീസ് സെഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ വളരെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു സെൻറ്റൻസിൻ്റെ 3 കണ്ടീഷണലുകളിൽ ഉള്ള രൂപങ്ങൾ തന്നിട്ടുണ്ട്. 1, നാളെ മഴ പെയ്താൽ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. ഇത് റിയൽ ഫ്യൂച്ചറാണ് പറയുന്നത്, അല്ലേ? പോസിബിൾ കണ്ടീഷനാണ്, പോസിബിളാണ്. അതായത് നാളെ മഴ പെയ്താൽ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളാണെങ്കിൽ how it can be said in spoken English, I mean in English language. Can you please try yourself? നാളെ മഴ പെയ്താൽ, if it rains,
tomorrow, അല്ലേ? If it rains tomorrow, if it rains tomorrow, I will stay at home. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. അല്ലേ? മനസ്സിലായില്ലേ? If it rains tomorrow, I will stay at home. I will stay at home. സിമ്പിൾ അല്ലേ? നാളെ മഴ പെയ്താൽ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും, ഞാൻ വീട്ടിലിരിക്കും. If it rains tomorrow, I will sit or I will stay at home. എന്നാൽ അടുത്ത് നോക്കിയേ, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നാളെ മഴ പെയ്താൽ, ഇപ്പൊ പറയാണ് ഇന്ന് മഴ പെയ്തിരുന്നെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പൊ അത് നമുക്ക് എങ്ങനെ പറയാം? ഈ റെയിൻ എന്ത് ചെയ്താൽ മതി? പാസ്റ്റ് ആക്കിയാൽ പോരെ? പാസ്റ്റ് ആക്കിയിട്ടൊന്ന് പറഞ്ഞേ. ഇഫ് ഇറ്റ് റെയിൻഡ് ടുഡേ, ഇഫ് ഇറ്റ് റെയിൻഡ് ടുഡേ, I would stay at home. I would stay at home. If it rained today, I would stay at home. ഇന്ന് മഴ പെയ്തിരുന്നെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കാമായിരുന്നു. ഇതൊരു ഇമാജിനറി പ്രസന്റ് ആണ്. പ്രസന്റ് ഇമാജിനറി കണ്ടീഷനാണ്. ഇമാജിനറി കണ്ടീഷനാണ്, പക്ഷെ ഇമാജിനറി പ്രസന്റ് ആണ്. ഇത് ഇമാജിനറി ആണ്, ബട്ട് പ്രസന്റ് ഇമാജിനേഷൻ ആണ്. ഗോട്ട് ഇറ്റ്? ചിലപ്പോൾ പെയ്താലോ പറയാൻ പറ്റില്ല. പെയ്തിരുന്നെങ്കിൽ എൻ്റെ ആഗ്രഹം പറയാണ്, ഞാൻ ഇപ്പോഴാണ് പറയുന്നത്, അല്ലേ? ഇനി സാധ്യമാണ് മഴ പെയ്യാവാണെങ്കിൽ, അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഇന്നലത്തേത് ഒരിക്കലും സാധ്യമല്ല, ആണോ? ഇന്നലകളും കഴിഞ്ഞ കാലങ്ങളെയും നമുക്കൊരിക്കലും പുനരാവർത്തിക്കാൻ സാധിക്കുമോ? ഇല്ലേ? അതുകൊണ്ട് അതൊരിക്കലും റിപ്പീറ്റ് ആയിട്ട് സംഭവിക്കില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ബൈഗോൺസ് ആർ ബൈഗോൺസ്, അല്ലേ? അപ്പൊ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ടാകുമായിരുന്നു. പക്ഷെ ഇന്നലെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പൊ പറയാണ്, ഇഫ് ഇറ്റ് ഹാസ് റെയിൻഡ് യെസ്റ്റർഡേ, ഐ വുഡ് ഹാവ് സ്റ്റേഡ് അറ്റ് ഹോം. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. ശ്രദ്ധിക്കണേ, ഇവിടെ ഹാഡ് പ്ലസ് റെയിൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നു, ഇവിടെ വുഡ് ഹാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വുഡ് ഹാവ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വെർബിന്റെ തേർഡ് രൂപ ഉപയോഗിക്കുക കേട്ടോ. ശ്രദ്ധിക്കണേ, ഹാവ് വരുന്നിടത്തൊക്കെ വെർബിന്റെ V3 രൂപ ഉപയോഗിക്കേണ്ടത്. V3 ഒക്കെ എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി ക്ലാസ്സുകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകാം. മറ്റൊരു ഉദാഹരണം നോക്കാം. ഞാൻ ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ആദ്യത്തിൽ ടുമോറോ തന്നിട്ടുണ്ട്, അപ്പോൾ അത് ഫ്യൂച്ചറാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. രണ്ട് ടുഡേ ഇന്ന്, അത് ഇമാജിനറി പ്രസന്റാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അടുത്തതിനകത്ത് യെസ്റ്റർഡേ പറഞ്ഞപ്പോൾ അത് ഇമാജിനറി പാസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് ഇമാജിനറി പാസ്റ്റ്? ഇമാജിനറി ആണ്, അല്ലെ? നമ്മുടെ ഇമാജിനേഷൻ ആണ്, ബട്ട് ഇറ്റ് ഈസ് പാസ്റ്റ്. ഇമാജിനറി പാസ്റ്റ് ആണ്. ഓക്കെ, അടുത്ത സെന്റൻസ്, എനിക്ക് വിശന്നാൽ ഞാൻ കുറച്ച് ഭക്ഷണം ഓർഡർ ചെയ്യും. ഇതെങ്ങനെയാ പറയാം? നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആളുകളാണല്ലോ നിങ്ങൾ. ഒന്ന് പറഞ്ഞേ, എനിക്ക് വിശന്നാൽ ഞാൻ കുറച്ച് ഭക്ഷണം ഓർഡർ ചെയ്യും. നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇഫ് ഐ ഗെറ്റ് ഹംഗ്രി, ഐ വിൽ ഓർഡർ സം ഫുഡ്. മനസ്സിലായല്ലോ? ഇവിടെ ഗെറ്റ് ഹംഗ്രി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഗെറ്റ് V1 രൂപമാണ്, അല്ല? ഗെറ്റ് ഹംഗ്രി. ഓക്കെ, എന്നാൽ എനിക്ക് വിശന്നിരുന്നെങ്കിൽ കുറച്ച് ഭക്ഷണം ഓർഡർ ചെയ്യുമായിരുന്നു. മനസ്സിലായില്ലേ? ഇത് ഇമാജിനറിയാണ്, പ്രസന്റിലാണ് പറയുന്നത്. അപ്പൊ ഇഫ് ഐ ഗോട്ട് ഹംഗ്രി ഐ വുഡ് ഓർഡർ സം ഫുഡ്. അപ്പൊ ഇപ്പുറത്ത് സബോർഡിനേറ്റ് ക്ലോസിൽ V2 വന്നു, മെയിൻ ക്ലോസിൽ വുഡ് ഉപയോഗിച്ചു. എനിക്ക് വിശന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു. ഇവിടെ ഹാഡ് ഉപയോഗിച്ചു, അതുകൊണ്ട് ഇവിടെ വുഡ് ഹാവ് വന്നു, അല്ലേ? ഇഫ് ഐ ഹാഡ് ഗോട്ട് ഹാംഗ്രി ഐ വുഡ് ഹാവ് ഓർഡർഡ് സം ഫുഡ്. ക്ലിയർ അല്ലേ? മറ്റൊരു ഉദാഹരണം, മഴ പെയ്താൽ ഞാൻ കുടയെടുക്കും. മഴ പെയ്താൽ, പെയ്തിട്ടില്ല, ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. മഴ പെയ്താൽ, ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ടേക്ക് എൻ അംബ്രല്ല. അപ്പൊ ഇവിടെ റെയിൻസ് എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്താൽ, ഐ വിൽ ടേക്ക് എൻ അംബ്രല്ല. മഴ പെയ്തിരുന്നെങ്കിൽ, ഇമാജിനറി ആയിട്ട് പറയാണ്. ഇഫ് ഇറ്റ് റെയിൻഡ് ഐ വുഡ് ടേക്ക് എൻ അംബ്രല്ല. ഞാൻ കുട എടുക്കുമായിരുന്നു. മഴ പെയ്തിരുന്നെങ്കിൽ ഞാൻ കുട എടുക്കുമായിരുന്നു, അല്ലെങ്കിൽ കുട എടുത്തിരുന്നേനെ. മനസ്സിലായോ? ഇനി അടുത്തത്, മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ. പഴയ കഥയാണ്, മഴ പെയ്തിട്ടില്ല. പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുട എടുത്തിട്ടുണ്ടാകുമായിരുന്നു. എങ്ങനെ നമുക്ക് പറയാം? ഒരു സ്ഥലത്ത് ഹാഡ് വേണം, അപ്പുറത്ത് വുഡ് ഹാവ് വേണം. അപ്പോൾ ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് ഐ വുഡ് ഹാവ് ടേക്കൻ ആൻ അംബ്രല്ല.
ടേക്കൺ ഉപയോഗിച്ച് ശ്രദ്ധിച്ചോ V3 രൂപം, കാരണം ഇവിടെ വുഡ് ഹാവ് വരുമ്പോൾ. ഇപ്പം കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ഉദാഹരണം നോക്കിയേ. ടീച്ചർ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും. ടീച്ചർ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും. ഇഫ് ദ ടീച്ചർ ആസ്കസ് മീ, ആസ്കസ് അല്ലേ, ടീച്ചർ സിംഗുലർ ആണ്, ആസ്കസ്. കുറേ ആൾക്കാരുണ്ടെങ്കിൽ ആസ്ക് എന്ന് പറഞ്ഞാൽ മതി. ഇഫ് ദ ടീച്ചേഴ്സ് ആസ്ക്, ഇഫ് ദ ടീച്ചേഴ്സ് ആസ്ക് മീ. പക്ഷെ ഇവിടെ ഒരു ടീച്ചറേ ഉള്ളൂ, അതുകൊണ്ട് ഇഫ് ദ ടീച്ചർ ആസ്കസ് മീ ഐ വിൽ ആൻസർ. ഇവിടെ ആസ്ക് ഉപയോഗിച്ചു, പ്രസന്റ് ആണ്, തൊട്ടപ്പുറത്ത് വിൽ ഉപയോഗിച്ചു. എന്നാൽ തൊട്ടടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ടീച്ചർ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഉത്തരം പറയുമായിരുന്നു. ഇവിടെ എന്താണ്? V2 ആണ്, പാസ്റ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്? അപ്പുറത്ത് വുഡ് ആണ്. ഇഫ് ദ ടീച്ചർ ആസ്ക്ഡ് മീ ഐ വുഡ് ആൻസർ. ടീച്ചർ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഉത്തരം പറയുമായിരുന്നു. ടീച്ചർ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ടീച്ചർ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് ദ ടീച്ചർ ഹാഡ് ആസ്ക്ഡ് മീ ഐ വുഡ് ഹാവ് ആൻസർഡ്. ഇഫ് ദ ടീച്ചർ ഹാഡ് ആസ്ക്ഡ് മീ ഐ വുഡ് ഹാവ് ആൻസർഡ്. ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. അടുത്ത ഉദാഹരണം. ഉത്തരം അറിയുമെങ്കിൽ ഞാൻ കൈ ഉയർത്തും. ഉത്തരം അറിയുമെങ്കിൽ ഞാൻ കൈ ഉയർത്തും. ഇഫ് ഐ നോ ദ ആൻസർ ഐ വിൽ റേസ് മൈ ഹാൻഡ്. എന്തുകൊണ്ടാണ് ഇഫ് ഐ നോസ് പറയാത്തത്? ഐ അതുപോലെ യു, ഈ പറയുന്ന സബ്ജക്റ്റുകൾ എല്ലായ്പ്പോഴും പ്ലൂറലായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഓക്കെ, ഇഫ് ഐ നോ, ഇഫ് യു നോ, നോട്ട് ഇഫ് ഐ നോസ്, യു നോസ്. ഇഫ് ഐ നോ ദ ആൻസർ ഐ വിൽ റേസ് മൈ ഹാൻഡ്. അടുത്തത്, ഉത്തരം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൈ ഉയർത്തുമായിരുന്നു. ഇഫ് ഐ ന്യൂ ദ ആൻസർ ഐ വുഡ് റേസ് മൈ ഹാൻഡ്. ഇഫ് ഐ ന്യൂ ദ ആൻസർ ഐ വുഡ് റേസ് മൈ ഹാൻഡ്. ഉത്തരം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൈ ഉയർത്തിയിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് ഐ ഹാഡ് നോൺ ദ ആൻസർ ഐ വുഡ് ഹാവ് റേസ്ഡ് മൈ ഹാൻഡ്. ഇഫ് ഐ ഹാഡ് നോൺ ദി ആൻസർ ഐ വുഡ് ഹാവ് റേസ്ഡ് മൈ ഹാൻഡ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തത്, എൻ്റെ ഫോണിൻ്റെ ബാറ്ററി കഴിഞ്ഞാൽ ഞാനത് ചാർജ് ചെയ്യും. എൻ്റെ ഫോണിൻ്റെ ബാറ്ററി കഴിഞ്ഞാൽ ഞാനത് ചാർജ് ചെയ്യും. ഇഫ് മൈ ഫോൺ ബാറ്ററി ഡൈസ് ഐ വിൽ ചാർജ് ഇറ്റ്. ഐ വിൽ ചാർജ് ഇറ്റ്. ശ്രദ്ധിക്കണം, ബാറ്ററി തീരുന്നതിന് ബാറ്ററി ഡൈ എന്നാ പറയുക കേട്ടോ. അപ്പം ഇഫ് മൈ ഫോൺ ബാറ്ററി ഡൈസ് ഐ വിൽ ചാർജ് ഇറ്റ്. ഫോൺ ബാറ്ററി സിംഗുലർ ആയതുകൊണ്ടാണ് ഡൈസ് പറയുന്നത്. ഓക്കെ, പ്ലൂറൽ ആയിരുന്നെങ്കിൽ നമ്മൾ ഡൈ ആണ് പറയുക. ഓക്കെ, ഇഫ് മൈ ഫോൺ ബാറ്ററി ഡൈസ് ഐ വിൽ ചാർജ് ഇറ്റ്. എൻ്റെ ഫോണിൻ്റെ ബാറ്ററി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് ചാർജ് ചെയ്യുമായിരുന്നു. ഇഫ് മൈ ഫോൺ ബാറ്ററി ഡൈഡ് ഐ വുഡ് ചാർജ് ഇറ്റ്. ഇഫ് മൈ ഫോൺ ബാറ്ററി ഡൈഡ് ഐ വുഡ് ചാർജ് ഇറ്റ്. എൻ്റെ ഫോണിൻ്റെ ബാറ്ററി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനത് ചാർജ് ചെയ്തിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് മൈ ഫോൺ ബാറ്ററി ഹാഡ് ഡൈഡ് ഐ വുഡ് ഹാവ് ചാർജ്ഡ് ഇറ്റ്. ഇഫ് മൈ ഫോൺ ബാറ്ററി ഹാഡ് ഡൈഡ് ഐ വുഡ് ഹാവ് ചാർജ്ഡ് ഇറ്റ്. ഓക്കെ, ഇനി നീ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പാർട്ടിക്ക് വരും. നീ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പാർട്ടിക്ക് വരും എന്ന് പറയാൻ ശ്രമിച്ചേ. ഓക്കെ, ഗുഡ്. ഇഫ് യു ഇൻവൈറ്റ്സ് മീ ഐ വിൽ കം ടു ദ പാർട്ടി. ഇഫ് യു ഇൻവൈറ്റ് മീ ഐ വിൽ കം ടു ദ പാർട്ടി. നീ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ പാർട്ടിക്ക് വരുമായിരുന്നു. നീ ക്ഷണിച്ചിട്ടില്ല, ഇനിയും വേണമെങ്കിൽ നിനക്ക് ക്ഷണിക്കാം അല്ലേ? അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇഫ് യു ഇൻവൈറ്റഡ് മീ ഐ വുഡ് കം ടു ദ പാർട്ടി. ഇഫ് യു ഇൻവൈറ്റഡ് മീ ഐ വുഡ് കം ടു ദ പാർട്ടി. നീ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പാർട്ടിക്ക് വന്നിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് കം ടു ദ പാർട്ടി. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് കം ടു ദ പാർട്ടി. അടുത്ത ഉദാഹരണം, സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ TV കാണുമായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മളിനി പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഉണ്ട് എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഹാവ് ആണ് ഉപയോഗിക്കുക അല്ലേ? ഹാവ് അപ്പോൾ ഒരു മെയിൻ വെർബായിട്ട് നമ്മൾ ഉണ്ട് എന്നതിന് ഹാവ് ഉപയോഗിക്കുമ്പോൾ ഹാവ് ഒരു മെയിൻ വെർബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഫ് ഐ ഹാവ് ടൈം, ഇവിടെ ഹാവ് എന്ന് പറയുന്നത് ഒരിക്കലും ഇതൊരു ഓക്സിലറി വെർബ് അല്ല. ഹാവ് ഓക്സിലറി വെർബായിട്ടുള്ള ഹാവ് ഉണ്ട്, കൂടാതെ മെയിൻ വെർബായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ഹാവ് ഉണ്ട്. ഒന്ന് ഉണ്ട് എന്ന ഹാവ് ഉണ്ട്, കൂടാതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനൊരു ഹാവ് പറയില്ലേ, ഈറ്റ് ഓർ ഡ്രിങ്ക് എന്നുള്ള അർത്ഥത്തിൽ.
അങ്ങനെയുള്ള ഒരു ഹാവ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് എന്ന ഹാവാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതൊരു V1 രൂപത്തിലുള്ള ഒരു വെർബാണ് എന്ന് മറക്കരുത്. ഓക്കെ, അതുകൊണ്ട് ഹാവ് വന്നു, ഇവിടെ വിൽ വന്നു. ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ വാച്ച് ദ TV. ഇനി അടുത്ത സമയം ഉണ്ടായിരുന്നെങ്കിൽ, അപ്പോൾ ഈ ഹാവ് ഉണ്ട് എന്നതിൻ്റെത് പാസ്റ്റ് എന്തായിരിക്കും? ഹാഡ് ആണ്. ഓക്സിലറി വെർബായ ഹാവിൻ്റെ പാസ്റ്റും ഹാഡ് തന്നെയാണ്. അപ്പോൾ സമയം ഉണ്ടായിരുന്നെങ്കിൽ, ഇഫ് ഐ ഹാഡ് ടൈം ഐ വുഡ് വാച്ച് ദ TV. ഇഫ് ഐ ഹാഡ് ടൈം ഐ വുഡ് വാച്ച് TV. ക്ലിയർ അല്ലേ? ഇനിയുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പല ആൾക്കാർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്, സംശയമുള്ള ഒരു മേഖലയാണ്. സമയമുണ്ടായിരുന്നെങ്കിൽ, പഴയ കാര്യമാണ്. പണ്ട് സമയം ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോഴത്തെ കാര്യമില്ല. ഇപ്പോഴുണ്ടെങ്കിൽ നമുക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഊഹിച്ച് പറയുമ്പോൾ സമയം ഉണ്ടായിരുന്നെങ്കിൽ, സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, പണ്ട് സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നും നമ്മൾ പറയില്ലല്ലോ. നമ്മൾ പറയും സമയം ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഇന്നലെ സമയം ഉണ്ടായിരുന്നെങ്കിൽ, കഴിഞ്ഞ ആഴ്ച സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ പറയാം. അപ്പോൾ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ TV കണ്ടിട്ടുണ്ടാകുമായിരുന്നു. അത് ഇവിടെയാണ് പ്രശ്നം. നമുക്ക് ഈ പറഞ്ഞ കാര്യം പാസ്റ്റ് ഇമാജിനറി കേസ് ആയതുകൊണ്ട് ഏത് ഓക്സിലറിയാണ് നമുക്ക് വേണ്ടത്? ഹാഡ് വേണം. ഹാഡ് വെച്ചാൽ പറയാ. കൂടാതെ ഇവിടെ ഉണ്ട് എന്ന ഹാവില്ലേ, അതിൻ്റെ V3 രൂപം എന്താണ്? അതും ഹാഡാണ്. അപ്പൊ എങ്ങനെ വരും? ഇഫ് ഐ ഹാഡ് ടൈം ഐ വുഡ് ഹാവ് വാച്ച്ഡ് TV. ശ്രദ്ധിക്കണേ, ആദ്യത്തെ ഹാഡ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ്. കാരണം നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ പറയുമ്പോൾ ഓക്സിലറി വെർബായിട്ടുള്ള ഹാഡ് ഉപയോഗിച്ച് പറയണം. തൊട്ടിപ്പുറത്തിരിക്കുന്നത് ഉണ്ടായിരുന്നെങ്കിൽ, ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ V3 രൂപമായിട്ടുള്ള ഹാഡാണ്. അപ്പോൾ ഇഫ് ഐ ഹാഡ് അതായത് മെയിൻ വെർബാണ്. ഇഫ് ഐ ഹാഡ് ടൈം ഐ വുഡ് ഹാവ് വാച്ച്ഡ് TV. ക്ലിയർ ആയോ? ഇതേപോലെ ഒരു സെന്റൻസ് കൂടെ നമുക്ക് നോക്കാം. ഹോംവർക്ക് ഉണ്ടെങ്കിൽ ഞാനത് ഇന്ന് തീർക്കും. ഇഫ് ഐ ഹാവ് ഹോംവർക്ക് ഐ വിൽ ഫിനിഷ് ഇറ്റ് ടൊനൈറ്റ്. ഇഫ് ഐ ഹാവ് ഹോംവർക്ക് ഐ വിൽ ഫിനിഷ് ഇറ്റ് ടൊനൈറ്റ്. ഹോംവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ഇന്ന് രാത്രി തീർത്തിരുന്നേനെ. ഇഫ് ഐ ഹാഡ് ഹോംവർക്ക് ഐ വുഡ് ഫിനിഷ് ഇറ്റ് ടൊനൈറ്റ്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഹോംവർക്ക് ഉണ്ടെങ്കിൽ ഞാനത് ഇന്ന് രാത്രി തീർക്കും. ഇഫ് ഐ ഹാവ് ഹോംവർക്ക് ഐ വുഡ് ഫിനിഷ് ഇറ്റ് ടൊനൈറ്റ്. 2, ഹോംവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ഇന്ന് തീർത്തിരുന്നേനെ, ഇന്ന് രാത്രി തീർത്തിരുന്നേനെ, തീർക്കുമായിരുന്നു. ഇഫ് ഐ ഹാഡ് ഹോംവർക്ക് ഐ വുഡ് ഫിനിഷ് ഇറ്റ് ടൊനൈറ്റ്. അടുത്തതാണ് പ്രധാനപ്പെട്ടത്. ഹോംവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നലത്തെ കാര്യമാണ്, ഞാൻ അത് ഇന്നലെ രാത്രി തീർത്തിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് ഐ ഹാഡ് ഹോംവർക്ക് ഐ വുഡ് ഹാവ് ഫിനിഷ്ഡ് ഇറ്റ് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി തീർത്തിട്ടുണ്ടാകുമായിരുന്നു. ഐ വുഡ് ഹാവ് ഫിനിഷ്ഡ് ഇറ്റ് ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ ഇഫ് ഐ ഹാഡ് ഹോംവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഫിനിഷ്ഡ് ഇറ്റ് ലാസ്റ്റ് നൈറ്റ്. ഞാനത് ഇന്നലെ രാത്രി തീർത്തിട്ടുണ്ടാകുമായിരുന്നു. കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ ഞാനൊരു പുതിയ ഫോൺ വാങ്ങും. ഇഫ് ഐ ഹാവ് ഇനഫ് മണി ഐ വുഡ് ബൈ എ ന്യൂ ഫോൺ. ആവശ്യത്തിന് പണമുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു പുതിയ ഫോൺ വാങ്ങുമായിരുന്നു. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ വുഡ് ബൈ എ ന്യൂ ഫോൺ. ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ വുഡ് ഹാവ് ബോട്ട് എ ന്യൂ ഫോൺ. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? 4മതൊരു കണ്ടീഷൻ ഉണ്ട്, അതിന് 0 കണ്ടീഷണൽ എന്നാണ് പറയുക. അത് ഞാനിപ്പോൾ പറയാം. ആദ്യം പറഞ്ഞ 3 കണ്ടീഷനിൽ നമ്മളിപ്പോൾ പഠിച്ച കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. സബോർഡിനേറ്റ് ക്ലോസിൽ V1 ഉപയോഗിച്ചാൽ, അതായത് പ്രസന്റ് വെർബ് ഉപയോഗിച്ചാൽ തൊട്ടപ്പുറത്ത് എന്ത് ഉണ്ടാകും? വിൽ പ്ലസ് V1 അല്ലെങ്കിൽ വില്ല് ഉപയോഗിച്ചാണ് വെർബ് പറയുക. അടുത്തത് സെക്കൻഡ് കണ്ടീഷനിൽ നമ്മൾ എന്താ പഠിച്ചത്? സിമ്പിൾ പാസ്റ്റിലാണ് വെർബ് ഉപയോഗിക്കുക, തൊട്ടപ്പുറത്ത് സ്വാഭാവികമായും വുഡ് ഉണ്ടാകും അല്ലേ? വെർബിൻ്റെ വുഡ് പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് രൂപമായിരിക്കും. 3മത്തെ കണ്ടീഷനിൽ പഠിച്ചത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, അതായത് ഹാഡ് വെച്ചിട്ടാണ് പറയുക. വെർബിൻ്റെ V3 നിർബന്ധമാണ്. അപ്പുറത്ത് ഹാഡ് ഉപയോഗിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് മെയിൻ ക്ലോസിൽ എന്തുണ്ടാകും? വുഡ് ഹാവ് ഉണ്ടാകും. ഓക്കെ, പ്ലസ് V3.
ഇതാണല്ലോ നമ്മൾ പഠിച്ച റൂള്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മളെപ്പോഴും ഈ വില്ലിന് പകരമായിട്ട് ചില സമയത്തൊക്കെ ക്യാനോ മേയോ ഷാളോ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതായത് സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ പ്രസൻറ്റ് യൂസ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് വില്ലല്ലേ ഉപയോഗിക്കുക. അത് വേണമെങ്കിൽ ക്യാനോ മേയോ ഷാളോ ഒക്കെ ആവാം. അതുപോലെ വുഡിന് പകരം കുഡോ മേയോ ഷുഡോ ആവാം. നമുക്കൊരു ഉദാഹരണം നോക്കാം. നീ എന്നെ വിളിച്ചാൽ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. കഴിയും എന്നതിന് ക്യാൻ അല്ലേ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇഫ് യു കോൾ മീ ഐ ക്യാൻ ഹെൽപ്പ് യു. ശ്രദ്ധിക്കൂ, ഇഫ് യു കോൾ മീ ഐ ക്യാൻ ഹെൽപ്പ് യു. ഇവിടെ വില്ലിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? ക്യാനാണ്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ, ഇഫ് യു കോൾഡ് മീ, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ഹെൽപ്പ് യു. ഇഫ് യു കോൾഡ് മീ ഐ കുഡ് ഹെൽപ്പ് യു. നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇഫ് യു ഹാഡ് കോൾഡ് മീ, ഓക്കെ, ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് യു. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. മനസ്സിലായില്ലേ? നീ പതുക്കെ സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇഫ് യു സ്പീക്ക് സ്ലോലി ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. നീ പതുക്കെ സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഇഫ് യു സ്പോക്ക് സ്ലോലി ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് യു. നീ പതുക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഇഫ് യു സ്പോക്ക് സ്ലോലി ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് യു. നീ പതുക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് യു ഹാഡ് സ്പോക്കൺ സ്ലോലി ഐ കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് യു. ഇഫ് യു ഹാഡ് സ്പോക്കൺ സ്ലോലി ഐ കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് യു.